ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ, ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ. 2015-16 അവരുടെ സർക്കാരിൻ്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ. അന്ന് 114 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1498.5 കോടി രൂപ സാർ. സാർ ഈ 4 വർഷം, ഈ സർക്കാരിൻ്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. എത്ര ലക്ഷമാണ്? 25,17,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. സാർ, ഇത് ഒരു പ്രത്യേക പ്രൊസീജിയർ മാത്രമല്ല, എല്ലാ പ്രൊസീജിയറും. ഇപ്പോൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ UDFന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി, പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ. ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സാർ. സാർ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സാർ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയാണ് സാർ. അതാണ് സൗജന്യമായി നൽകുന്നത് സാർ. ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്.